കണക്കുകൾ ശരിവെക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 93.2% കടം കൂടിയെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വർധന 51.5% മാത്രമാണ്. 2011 കേരളത്തിന്റെ ആകെ കടം 83,963 കോടി രൂപ. ഉമ്മൻചാണ്ടി സർക്കാർ മാറുന്നതും പിണറായി വിജയൻ സർക്കാർ ചുമതലയേൽക്കുന്നതും 2016 അപ്പോൾ കേരളത്തിന്റെ കടം 1,62,271 കോടി രൂപ. 5 വർഷം കൊണ്ട് ഏതാണ്ട് ഇരട്ടിയായി എന്ന് പറയാം. അല്ലെങ്കിൽ 93.2% 5 വർഷം കൊണ്ട് വർദ്ധിച്ചത് എന്ന് കാണാം. 2021 ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയപ്പോഴോ കടം 3,10,856 കോടി രൂപ. വർധന 91.5%. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷം കൊണ്ട് 93.2% വർദ്ധിച്ചെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ 5 വർഷം കൊണ്ടുള്ള വർധന 91.5% മാത്രമാണ്. അങ്ങനെയെങ്കിൽ പിന്നീടുള്ള 4 വർഷമോ? ഇപ്പോഴത്തെ കടം 4,71,091 കോടി രൂപ. വർധന 51.5% മാത്രം. രണ്ടാം പിണറായി വിജയൻ സർക്കാർ കടമെടുത്തു കൂട്ടുകയാണ് എന്ന ആരോപണം ഏതായാലും കണക്കുകൾ ശരിവെക്കുന്നില്ല.